ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ ഫസ്റ്റ് വീഡിയോയിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേര് കമന്റ് ചെയ്യുന്നൊന്നും. ഒരുപാട് വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ് വന്നു. അതുപോലെ പേഴ്സണലി എനിക്ക് കുറെ മെസ്സേജ് വന്നു. പക്ഷെ അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് NHS അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ NHS അപ്ലൈ ചെയ്യുന്നത് വേസ്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന കുറെ പേരുണ്ടെന്ന് തോന്നുന്നു. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളൊരു ഫിനാൻഷ്യൽ ആ ഒരു ഏരിയ മാത്രം ചിന്തിക്കുന്നവർക്ക് NHS അത്ര വർത്താന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നല്ല ഓപ്പർച്യൂണിറ്റി വേറെ UK കിട്ടാനുണ്ട്. പക്ഷെ ഇവിടെ സെറ്റിൽ ആവുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വേണം എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ NHS ഒരു നല്ല ഓപ്ഷനാണ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ടാവും. സോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിജക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആവാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ UK വന്ന് പഠിച്ചത് IBM ആണ്. നിങ്ങൾക്ക് അറിയാലോ IBM പഠിച്ചു വരുന്നത് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. എല്ലാവരും UK കയറി വരാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്തിട്ട് വരുന്ന ഒരു കോഴ്സാണ് IBM എന്നൊരു ചീത്തപ്പേരുണ്ട് ആ കോഴ്സിന്. സോ അതുകൊണ്ട് തന്നെ അത്രയും കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ കോഴ്സ് കഴിയുന്നതിന് ഒരു 2-3 months മുന്നേ തൊട്ട് NHS അപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നു. അതിന് എന്നെ NHS അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അവിടെ ഒരു റെസ്യൂമേ നമ്മൾ വെറുതെ കൊണ്ട് അപ്ലോഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് അവിടെ കുറച്ചും കൂടെ ഫ്രീഡം കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളെ ഒന്ന് പോർട്രേ ചെയ്യാൻ കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ടും NHS ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഓരോ വീക്കിലും NHS ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ നോക്കി തുടങ്ങിയത്. പക്ഷെ ആ ടൈമിൽ ഞാൻ വരുത്തിയൊരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, എന്റെ ഫീൽഡിൽ വരുന്ന എല്ലാ ജോലികളും ഞാൻ ചുമ്മാ കയറി അങ്ങ് അപ്ലൈ ചെയ്തു. അത് അതിനകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് എസെൻഷ്യൽ ക്രൈറ്റീരിയാസ് ഉണ്ടാവും, ഡിസൈറബിൾ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ഞാനിപ്പോ 1-2 എസെൻഷ്യൽ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ആ ജോബിന് കയറി അപ്ലൈ ചെയ്ത് തുടങ്ങി. സോ അതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ ശരിക്കും വായിച്ചു നോക്കുക. അതിനകത്തെ നിങ്ങൾക്ക് കാണാം, ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് അതിന്റെ താഴേക്ക് വന്നു കഴിയുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ടാവും, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, സെപ്പറേറ്റ് അവരൊരു PDF തന്നിട്ടുണ്ടാവും. അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. അതിനകത്ത് ഒരു ടേബിൾ തിരിച്ചു തന്നെ ഉണ്ടാവും എസെൻഷ്യൽ ക്രൈറ്റീരിയാസും ഡിസൈറബിൾ ക്രൈറ്റീരിയാസും. അപ്പം അറ്റ്ലീസ്റ്റ് എല്ലാ ഡിസൈറബിൾ ക്രൈറ്റീരിയ എങ്കിലും എല്ലാ എസെൻഷ്യൽ ക്രൈറ്റീരിയ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ആ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ എസെൻഷ്യൽ ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തു, ഡിസൈറബിൾ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തു, എന്നിട്ടും നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ പോർട്രേ ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് നമ്മുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ. അത് ഏറ്റവും നന്നായിട്ട് എഴുതിയാൽ മാത്രമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ട്രോങ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എഴുതേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ ബൈ.